പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ സുന്ദർ എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അയാൾ നല്ല ചിത്രകാരനായിരുന്നു. ഒരു ദിവസം അയാൾ ഭക്ഷണം പാകം ചെയ്യാൻ കാട്ടിലേക്ക് വിറകെടുക്കാൻ പോവുകയായിരുന്നു. പെട്ടെന്ന് അവൻ നിലത്ത് തിളങ്ങുന്ന ഒരു സാധനം കണ്ടു. എന്താണിത്, ഒരു തിളങ്ങുന്ന സാധനം? ഇത് വിചാരിച്ച് അവൻ തിളങ്ങുന്ന സാധനം എടുത്തു നോക്കി. ഇത് ഒരു പെൻസിൽ മാത്രമാണ്, പക്ഷെ എന്തുകൊണ്ട് ഇത് ഇത്ര തിളങ്ങുന്നത്? അവൻ ആ പെൻസിൽ എടുത്ത് കയ്യിൽ വെച്ചു. പിന്നെ കാട്ടിൽ പോയി വിറകെല്ലാം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ തൻ്റെ കയ്യിലുള്ള പെൻസിൽ നോക്കി ചിന്തിച്ചു, ഇതെങ്ങനെ സാധ്യമാകും? ഇതെപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പെൻസിലിൽ എന്താ ഉള്ളത്? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് സുന്ദർ വരയ്ക്കാൻ തുടങ്ങി. അവൻ ആദ്യം ഒരു ആപ്പിൾ വരച്ചു. അതേസമയം ആ ആപ്പിൾ കടലാസിൽ വരച്ച ഉടനെ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഇത് കണ്ട് ഞെട്ടി. അവന് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. പിന്നെ അവൻ ഒരു കോടാലി വരച്ചു. ആ കോടാലിയും തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ട് അവൻ അമ്പരന്നു പോയി. ഇത് ഒരു മാന്ത്രിക പെൻസിലാണെന്ന് തോന്നുന്നു. ഇതൊരു മാന്ത്രിക പെൻസിലാണെന്നറിഞ്ഞപ്പോൾ അവൻ വളരെ സന്തോഷവാനായി. സുന്ദർ പെൻസിൽ കൊണ്ട് അവന് ആവശ്യമുള്ളതെല്ലാം വരച്ചു. അവന് പണവും കൃഷി ചെയ്യാനുള്ള ധാന്യങ്ങളും എന്ന് വേണ്ട വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവൻ വരച്ച് പ്രത്യക്ഷമാക്കി. അങ്ങനെ അവൻ ഒരു പണക്കാരനായി. ഒരു ദിവസം സുന്ദർ തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ചിന്തിച്ചു, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചു, പക്ഷേ ചിലർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അവരെ സഹായിക്കണം. പെട്ടെന്ന് സുന്ദറിന് അവൻ്റെ ഒരു സുഹൃത്തിനെ ഓർമ്മ വന്നു. അവൻ മറ്റൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവൻ്റെ അച്ഛന് അസുഖമാണ്. തനിക്ക് അവരെ സഹായിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് സുന്ദർ സുഹൃത്തായ സോഹനെ കാണാൻ പോകുന്നു. അവർ തമ്മിൽ കണ്ടപ്പോൾ അവർ പരസ്പരം വളരെ സന്തോഷിച്ചു. ഏയ് സോഹൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുന്ദർ, നീ ഇന്ന് എങ്ങനെ ഇവിടെ എത്തി? ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്. സഹായമോ? നീ എന്നെ എങ്ങനെ സഹായിക്കും? എന്റെ കയ്യിൽ ഒരു മാന്ത്രിക പെൻസിലുണ്ട്. ഇത് വച്ച് എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും. എന്ത്, മാന്ത്രിക പെൻസിലോ? ഇതെങ്ങനെ സാധ്യമാകും? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനെ വിശ്വസിപ്പിക്കാൻ സുന്ദർ ഒരു മാമ്പഴം വരച്ചു. മാമ്പഴം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് സോഹൻ ഞെട്ടിപ്പോയി. ഈ മാമ്പഴം എങ്ങനെ ഇവിടെ വന്നു? ഇത് ശരിക്കും ഒരു മാന്ത്രിക പെൻസിലാണോ? അതിനുശേഷം സുന്ദർ അവരുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുത്തു. സോഹൻ അവനോട് നന്ദി പറഞ്ഞു. പതുക്കെ പതുക്കെ സുന്ദറിന്റെ ഗ്രാമത്തിലുള്ളവരുടെ എല്ലാം ആവശ്യങ്ങളും അവൻ നിറവേറ്റിക്കൊടുത്തു. കുറച്ചാളുകൾ സുന്ദറിന്റെ മാന്ത്രിക പെൻസിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ അവിടെ മാറി നിന്ന് ആ മാന്ത്രിക പെൻസിലിനെ കുറിച്ച് കേട്ടു. ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം അവൻ പറഞ്ഞു, എനിക്ക് ആ മാന്ത്രിക പെൻസിൽ കിട്ടിയാൽ ഞാനൊരു പണക്കാരനാകും. ഒരു ദിവസം സുന്ദർ തൻ്റെ ജോലിക്ക് പോകും വഴി അയാൾ സുന്ദറിനെ അയാളുടെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? നീ എനിക്കായി ഒരു ജോലി ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ജോലിയോ? എന്ത് ജോലിയാണ്? നീ എനിക്കായി നിന്റെ മാന്ത്രിക പെൻസിൽ കൊണ്ട് ഒരു സ്വർണ്ണ പർവ്വതം വരക്കണം. സുന്ദർ ഒരു സ്വർണ്ണ പർവ്വതം വരച്ചു. പക്ഷേ അദ്ദേഹം പർവ്വതത്തിനൊപ്പം വളരെ നീണ്ട ഒരു തുരങ്കവും വരച്ചു. അത് നദിയുടെ അക്കരെ പ്രത്യക്ഷമായി. ആ പർവ്വതം കണ്ടപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അയാൾ അവനിൽ നിന്നും മാന്ത്രിക പെൻസിൽ എടുത്തു. അയാൾ ബോട്ടിലേക്ക് പോകുമ്പോൾ പെൻസിൽ താഴെ വീണു. അവൻ വളരെ സന്തോഷവാനായിരുന്നു. മാന്ത്രിക പെൻസിൽ താഴെ വീണത് അവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ സുന്ദർ അവൻ്റെ കയ്യിൽ നിന്നും മാന്ത്രിക പെൻസിൽ വീഴുന്നത് കണ്ടു. അയാൾ ബോട്ട് തുഴഞ്ഞ് അക്കരെ എത്തുന്നതിന് മുമ്പേ സുന്ദർ വേഗം പോയി പെൻസിൽ എടുത്ത് ഒരു വലിയ തിരമാല വരച്ചു. അയാൾ ആ തിരമാലയോടൊപ്പം ഒഴുകിപ്പോയി. ഈ രീതിയിൽ അവൻ മാന്ത്രിക പെൻസിൽ സംരക്ഷിച്ചു. ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ച് ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. അതിനാൽ എല്ലാ ബുദ്ധിമുട്ടുകളും കടന്നു പോകാൻ കഴിയും.